പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. ലൈബ്രറി നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് ഈ ഹ്യൂമൻ ലൈബ്രറിയുടെ പ്രത്യേകത? നമുക്കറിയാം, ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ എഡ്യൂക്കേഷനാണ്, പഠനമാണ്. ചിലപ്പോൾ ജനനത്തിന് മുമ്പും അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പഠനം ആരംഭിക്കാം. നമുക്ക് ഈ അഭിമന്യുവിൻ്റെയൊക്കെ കഥ മഹാഭാരതത്തിലൊക്കെ അറിയാം, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഭാരതീയ കൺസെപ്റ്റിൽ എഡ്യൂക്കേഷൻ 4 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെ പറയുക, അതായത് ഈ എഡ്യൂക്കേഷൻ ആദ്യത്തെ 4 ആദ്യം ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കും. പിന്നെ അടുത്തത് സുഹൃത്തുക്കൾ, പിയർ എഡ്യൂക്കേഷനാണ്. മൂന്നാമത് ശിഷ്യൻ തന്നെ പഠിക്കും, വ്യക്തി തന്നെ പഠിക്കും. നാലാമത് കാലം പഠിപ്പിക്കും. അങ്ങനെ 4 ഘട്ടത്തിലായിട്ടാണ്. ആദ്യം ഗുരുക്കളാണ്. നല്ല നമുക്കറിയാം, നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പല ഗുരുക്കന്മാരെ എൻകൗണ്ടർ ചെയ്യും. ചിലർ വളരെ മനോഹരമായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ഗുരുക്കന്മാരുടെ ശിഷ്യത്വത്തിൽ നമ്മൾ ആദ്യം പഠിക്കും. ആ 4 ബാക്കി 4 പഠിക്കുന്നത് പിയർ ഗ്രൂപ്പാണ്, നമ്മുടെ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് എന്തുമാത്രം ഈ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്കുണ്ടെന്ന് ഈ ഒരു ആശയത്തിൽ നാം മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം നല്ല ഫ്രണ്ട്സാണെങ്കിൽ നമ്മുടെ ജീവിതവും, കാരണം നമ്മുടെ പഠനത്തിലെ 4 അവരിൽ നിന്നാണ്. അവരുമായിട്ടുള്ള ഡിസ്കഷൻ, അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, അവരുമായിട്ടുള്ള ചർച്ചകൾ, ഇതിൽ കൂടിയൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് 4 നടക്കുന്നത്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ചൂസിങ് ഫ്രണ്ട്സ്. അത് 4 ബാക്കി 4 നമ്മൾ തന്നെയാണ് പഠിക്കുന്നത്. അതാണ് വിഷമം പിടിച്ച കാലഘട്ടം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനോ നമുക്ക് പറഞ്ഞു തരാനോ നമ്മളെ സൂപ്പർവൈസ് ചെയ്യാനോ ആരുമില്ല. നമ്മൾ തന്നെ പഠിക്കണം. അത് നല്ല പുസ്തകങ്ങളിൽ കൂടെ ആവാം, നല്ല സെമിനാറിലൊക്കെ പങ്കെടുക്കുന്നതിലാവാം, അതുപോലെ തന്നെ നല്ല ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്ന വഴിയാകാം. അങ്ങനെ പല നമ്മൾ തന്നെ ചൂസ് ചെയ്യണം. ഈ ബാക്കി 4 അവിടെ നമുക്കാരും പറഞ്ഞു തരാനോ ഗൈഡ് ചെയ്യാനോ ഒന്നുമില്ല, നമ്മുടെ തന്നെ സ്വയം ശിക്ഷയാണ്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ഷൻ. നമുക്കറിയാം, എല്ലാവർക്കും നമുക്ക് എന്തെങ്കിലും തരാനായിട്ട് ഉണ്ടായിരിക്കും. എവരിബഡി ഹാസ് ഹിസ് ഓൺ സ്റ്റോറി. അതൊരു ഒരു മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ഈ വർഷത്തിലെ ജീവിതം കൊണ്ട്, പല വർഷങ്ങളിലെ ജീവിതം കൊണ്ട് നമ്മളെല്ലാം ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യും നമ്മുടെ മനസ്സിൽ. എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർ എഴുതും, മനോഹരമായിട്ട് എഴുതും, അത് പബ്ലിഷ് ചെയ്യും. എന്നാൽ എല്ലാവരും തന്നെ ഒരു സ്റ്റോറി അവനവൻ്റെ മനസ്സിൽ സൂക്ഷിക്കണം. അത് ഇങ്ങനെ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറി. കഴിഞ്ഞ ദിവസം ഞാൻ നെൽസൺ മണ്ടേലയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റോറി എഴുതണം. അദ്ദേഹം പറഞ്ഞു, താൻ 27 വർഷം വെള്ളക്കാരൻ്റെ ജയിലിൽ കിടന്നു. വെള്ളക്കാരൻ്റെ ജയിലിൽ കിടന്നപ്പം, ജയിലിൽ അടച്ചപ്പോൾ അദ്ദേഹം തൂക്കുമരത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. വേറൊരു ചരിത്രമൊന്നും ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. തൂക്കുമരത്തിന് പകരം അദ്ദേഹത്തിന് കിട്ടിയത് 27 വർഷം ഏകാന്ത തടവാണ്. മറ്റാരാണേലും തകർന്നു പോകുന്ന ഒരു അനുഭവം, 27 വർഷം സോളിറ്ററി കൺഫൈൻമെൻറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഥയെന്ന് പറഞ്ഞാൽ മനസ്സിൽ ലിറ്ററലായിട്ട് പിന്നീട് എഴുതി, ഓഫ് കോഴ്സ് അതുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, 27 വർഷം എന്നെ ജയിലിലടച്ചപ്പോൾ അവർ വിചാരിച്ചു എൻ്റെ കഥ കഴിഞ്ഞു, എനിക്കിനി നോ മോർ സ്റ്റോറി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാനത് സമ്മതിച്ചില്ല. ഞാൻ അന്ന് തൊട്ട് തന്നെ തീരുമാനിച്ചു, എൻ്റെ കഥ ഞാൻ കണ്ടിന്യൂ ചെയ്യും. മഷി തീർന്നാൽ വേറെ മഷി ഒഴിക്കും, പേജ് തീർന്നാൽ വേറൊരു ചാപ്റ്റർ വിൽ സ്റ്റാർട്ട്. ആ ചാപ്റ്ററിനകത്ത് ഒരുപാട് ഓർമ്മകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, സ്നേഹം പങ്കിട്ടു. സോ ദാറ്റ്സ് എ സ്റ്റോറി. അപ്പോൾ ഓരോ വ്യക്തിക്കും സ്റ്റോറിയുണ്ട്. അത് എപ്പോഴാണ് ആ സ്റ്റോറി വെളിയിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത്, അവരുമായിട്ട് ബന്ധപ്പെട്ട്, സ്നേഹബന്ധത്തിൽപ്പെട്ട്, വെറുതെ ആരും ചെന്ന് നിൻ്റെ സ്റ്റോറി പറഞ്ഞാലൊന്നും ആരും പറയത്തില്ല.
അതേസമയം നമ്മൾ അവരുമായിട്ടൊരു വ്യക്തിബന്ധം സ്ഥാപിച്ച് അവരുടെ വിശ്വാസമൊക്കെ നേടിയെടുത്ത് കഴിയുമ്പോൾ അവർ പതുക്കെ അവരുടെ സ്റ്റോറി പതുക്കെ പറയാൻ തുടങ്ങും. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നമുക്കറിയാം, സാധാരണ ലൈബ്രറി നമ്മൾ പുസ്തകങ്ങൾ എടുക്കുന്നു. പുസ്തകങ്ങളിൽ മിക്കവാറും കാണുന്നത് ഓഥറിൻ്റെ ഭാവനയും അയാളുടെ അനുഭവങ്ങളും എല്ലാം കൂടെ ചേർന്നാണ് പുസ്തകങ്ങൾ. പക്ഷേ ഹ്യൂമൻ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നുമല്ല. അവനവൻ്റെ അനുഭവങ്ങൾ ഒരു കഥയായിട്ട് തന്നെ, ഏറെക്കുറെ ഒരു കഥയായിട്ട് തന്നെ അവനവൻ്റെ മനസ്സിൽ കാണും. അപ്പോൾ നമുക്ക് കോട്ടയത്ത് അങ്ങനെ ഒരു ഹ്യൂമൻ ലൈബ്രറി ആരംഭിച്ചു. അതുകൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് ശ്രമിച്ചത്. വി ഹാവ് സ്റ്റാർട്ടഡ് എ ഹ്യൂമൻ ലൈബ്രറി അറ്റ് കോട്ടയം. അതിൽ നമ്മുടെ ദർശനയിൽ എമിൽ അച്ഛൻ എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ടർ, അതുപോലെ തന്നെ മറ്റൊരു വലിയ വളരെ പ്രശസ്തമായ സ്ഥാപനമായ ഡ്രീം സെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ AP തോമസ്, ഇവരുടെ ലീഡർഷിപ്പിൽ ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് ഈ ഹ്യൂമൻ ലൈബ്രറി. ഹ്യൂമൻ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങൾ വന്നിരിക്കുന്ന പോലെ തന്നെ, ലൈബ്രറിയിൽ അടുക്കിയിരിക്കുന്നത് പോലെ തന്നെ സീനിയറായിട്ടുള്ളവരും ജൂനിയറായിട്ടുള്ളവരും ഇടപ്രായമുള്ള എല്ലാവരും വരും. അവർ വന്ന് അവിടെ ഇരിക്കും. നമുക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അവരുടെ ജീവിതാനുഭവങ്ങൾ, അവരെ സന്തോഷിപ്പിച്ച അനുഭവങ്ങൾ, അവരെ ദുഃഖിപ്പിച്ച അനുഭവങ്ങൾ, അവരുടെ ഫിലോസഫി ഓഫ് ലൈഫ്, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇൻറ്ററാക്ട് ചെയ്യാം. ഒരാളോട് തന്നെ ചോദിച്ച് അയാളുടെ കഥകൾ, അയാളുടെ മനസ്സിലുള്ള കഥകളൊക്കെ ചോദിക്കാം. അത് നമുക്ക് ഒരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസാണ്. മറ്റുള്ളവർ എങ്ങനെയാണ് വലിയ ദുഃഖങ്ങളെ, വലിയ പ്രയാസങ്ങളെ ഓർക്കും. നമുക്കറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അതില്ലാതെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു ജീവിതമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഓവർകം ചെയ്തത്? അത് നമുക്കൊരു വലിയ സ്ട്രെങ്താണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് തീർച്ചയായിട്ടും ഉണ്ടാകണം, ബുദ്ധിമുട്ടുകളുണ്ടാകണം. എങ്ങനെ അതിനെ ബൈപ്പാസ് ചെയ്തു, എങ്ങനെ അവരതിനെ തരണം ചെയ്തു എന്നൊക്കെ പഠിക്കാനായിട്ട്. മാത്രമല്ല, നമ്മുടെ അറിവിൻ്റെ ആ ഒരു മേഖല, അതിൻ്റെ ഒരു ചക്രവാളം അത് വികസിപ്പിക്കാനുള്ള ഒരു വലിയൊരു, നമുക്കറിയാം ഒത്തിരി ലേണറായിട്ടുള്ളവരും വന്നേക്കാം. വളരെ പ്രശസ്തരായവർ വന്നിട്ടുണ്ടായിരിക്കാം. അവരുടെ അനുഭവങ്ങൾ, അവരുടെ വിജ്ഞാന ശേഖരത്തിൽ നിന്ന് നമുക്ക് നല്ലൊരു പങ്ക് നമുക്ക് ഷെയർ ചെയ്ത് കിട്ടും. അതൊന്നും നമ്മൾ പറയാം, അത് നമുക്ക് പെട്ടെന്ന് വഴിയിൽ നിന്നും പോയി കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ഇതിങ്ങനെ ഒരു കൂട്ടായ്മ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരുത്തരെയും ചെന്ന് മീറ്റ് ചെയ്യാനും അവരുടെ നോളജ്, അവരുടെ എക്സ്പീരിയൻസസ് പങ്കിടാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാകും. അത് ഈ ഡെൻമാർക്കിൽ ആരംഭിച്ച ഇന്നിപ്പോൾ ലോകം മുഴുവൻ അങ്ങനെ ഒരു കൺസെപ്റ്റുണ്ട്. ഹ്യൂമൻ ലൈബ്രറി, ജീവനുള്ള ലൈബ്രറിയാണ്. മറ്റേപോലെ നമ്മുടെ സാധാ ലൈബ്രറി പോലെ നമുക്ക് ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ലൈവായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങൾ ദർശന അച്ഛനുമായിട്ട് കോൺടാക്ട് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഹ്യൂമൻ ലൈബ്രറിയുടെ ഫങ്ഷനിങ്, അതിൻ്റെ പ്രയോജനങ്ങൾ എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ മനസ്സിലാക്കാം. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ദിസ് കൺസെപ്റ്റ് വിൽ ബി ഓഫ് ഗ്രേറ്റ് യൂസ് ടു അവർ യങ്ങർ ജനറേഷൻ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അധികം ചെയ്യുന്നത് നമ്മളിങ്ങനെ ഇതിൻ്റെ ലാപ്പിൻ്റെയും അതുപോലെ തന്നെ മൊബൈലിൻ്റെയൊക്കെ അടിമകളാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അറിവെന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും സൂപ്പർഫിഷ്യൽ നോളജാണ്. പക്ഷേ ഈ ലൈവായിട്ട് നോളജ് കിട്ടുക എന്ന് പറയുന്നത് അപൂർവമായ ഒരു അനുഭവമാണ്. അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ഉപയോഗിക്കണം. ദർശനയിൽ എമിൽ അച്ഛനെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്കും അതിൻ്റെ സൗകര്യം ഉപയോഗിക്കാം.